ആർട്സിൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കറിനെ കിട്ടി. ചിലപ്പോൾ അതായിരിക്കും അവർ മിസ്സിംഗ് പസിൽ. ഇതുവരെ അവർക്ക് മിസ്സായ പസിൽ ഇതായിരിക്കും. ഇതുവരെ ഇത്രയും നന്നായിട്ട് കളിച്ചിട്ടും സെക്കൻഡ് ഫിനിഷ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന രീതിയിൽ അതായിരിക്കും അവരുടെ മിസ്സിംഗ് പസിൽ. അവർ ആർസണലിന്റെയും ആർട്ടിറ്റയുടെയും അതായിരിക്കും ആർട്ടിറ്റയുടെ വജ്രായുധം. ഇതുവരെ ആർട്ടിറ്റയെ കളിയാക്കിയവരും കളിയാക്കിയതൊക്കെ ചിലപ്പോൾ അഭിനന്ദിക്കാൻ പോണ സൈനിങ് ആയിരിക്കും ഇത്. ഇതാവും ചിലപ്പോൾ ആളുടെ മേ ബി ആർസണലിന്റെ സൈനിങ് ഓഫ് ദ സീസൺ. ഇതാ അവർക്ക് ഒബാമയ്ക്ക് ശേഷമുള്ള ഒരു പ്രോപ്പർ ഒരു സ്ട്രൈക്കർ സൈനിങ് ആണ് ആർസണൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. അത് യൂറോപ്യൻ ടോപ്പ് സ്കോററായ ലാസ്റ്റ് സീസണിൽ യൂറോപ്പിൽ ടോപ്പ് സ്കോററായ ഒരു പ്ലെയർ ആണ് വിക്ടർ യോക്കറസ്. ഒരു പ്രോപ്പർ സൈനിങ് തന്നെയാണ്, ഒരു പ്രോപ്പർ സ്ട്രൈക്കർ സൈനിങ്. ആർസണലിന് വേണ്ട ഇമ്മീഡിയറ്റ്ലി വേണ്ട ഒരു പ്രോപ്പർ സ്ട്രൈക്കർ സൈനിങ് ആണ് ഇവിടെ ആർട്സിൽ നടത്തിയിരുന്നത്. ഇതൊരു ചിലപ്പോൾ ഇതായിരിക്കും ഗെയിം ചേഞ്ചർ ആയിരിക്കും ഈ സീസണിൽ ആർട്സിലിനെ ഈ സൈനിങ് കൊണ്ട് ആർട്സിൽ എത്തിക്കുന്ന ചിലപ്പോൾ ഒരു അവരുടെ തലവര തന്നെ മേ ബി നമുക്ക് മാറ്റി പറിക്കാൻ സാധിക്കും. ഇതൊക്കെ പറ്റുമായിരിക്കും, ഇതൊക്കെ സാധിക്കും. പക്ഷെ ഇത് വർക്കാവുമ്പോൾ നമുക്ക് കണ്ടെന്ന് തന്നെ അറിയണം. ഇതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ഈ സൈനിങ് കൊണ്ട്. അത് മാത്രമല്ല ഒരു ടീമിൽ നമുക്ക് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ വന്ന് അയാളെ ക്ലിക്കായ ടീമിൽ നമുക്ക് ഒരു രണ്ട് കാര്യം ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ രീതിയിൽ കാണാൻ സാധിക്കും. അതായത് പ്രോപ്പർ സ്ട്രൈക്കറുള്ള സീസണും ഇല്ലാത്തപ്പോഴും ഉള്ളതും ഇല്ലാത്തപ്പോഴും ആ രണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാച്ച എക്സാമ്പിള് ഡ്രോഗ്ബ ചെൽസിക്ക് വന്ന ശേഷം അവര് ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, പ്രീമിയർ ലീഗ് അടിച്ചു, പിന്നെ മറ്റു ഡൊമസ്റ്റിക് കപ്സ് ഒക്കെ അടിച്ചു. അതൊക്കെ ഡ്രോഗ്ബയുടെ ഈ ഉള്ളപ്പോഴാണ് ആളുടെ അതിൽ കുറെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രോഗ്ബ. ഒക്കെ ഇന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് അടുത്ത ഉദാഹരണം പറയാച്ച പിന്നെ ഹാരി കെയ്ൻ ടോട്ടനാമിന്. ഹാരി കെയ്ന് നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്ന 20 ഗോളാണ്. ഹാരി കെയ്നില് ടോട്ടനാം ഫാൻസും ഏത് ടീമിലും ഹാരിക്ക് ഇംഗ്ലണ്ടിലോ ബയണിലോ ടോട്ടനാമിലോ കളിക്കാച്ച ആളുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞതെങ്കിലും കുറഞ്ഞതെങ്കിലും 20 ഗോളാണ് ആളുടെ പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ടും കൂടുതൽ അടിക്കും. ഫസ്റ്റ് സീസണിലെ ബയണിൽ എത്ര 35 സംതിങ് ഗോളാണ് ഹാരിക്കെയിൻ അടിച്ചത്. ടോട്ടനാമില് 20 ഗോളാണ്. ടോട്ടനാമിന് ടോപ്പ് സ്കോറർ ആയിരുന്നു. പ്രീമിയർ ലീഗിൽ ആൾ ടോട്ടനാം കളിക്കുമ്പോ സെക്കൻഡ് ടോപ്പ് സ്കോറർ ഒക്കെ ആയിരുന്നു. ഇപ്പൊ എന്തായാലും ഒരു പ്രോപ്പർ 20 ഗോൾ ഗ്യാരണ്ടി പ്ലെയർ ആണ് ഹാരിക്കെയിൻ. അതുപോലെ തന്നെ ലിവർപൂളിലെ സല, ആളിതുപോലെ തന്നെ ഒരു 15-20 ഗോൾ ഗ്യാരണ്ടി പ്ലെയർ ആണ്. ആൾ സലയിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ലിവർപൂൾ ആളുടെ തന്നെ ഒരു 20 ഗോൾ കോൺട്രിബ്യൂഷൻ കിട്ടും, 20 ഗോൾ സ്കോർ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ എർലിംഗ് ഹാലൻഡ് 20 ഗോൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഇത്രയും സ്ട്രൈക്കറിലുകൊണ്ട് തന്നെ അവർക്ക് കപ്പ് വിജയിക്കാൻ സാധിക്കണ്ടേ, അവർക്ക് കപ്പ് എടുക്കാൻ സാധിക്കണ്ടേ. ഇവർ ഇത്രയും ഒരു സീസണിൽ 20 ഗോള് 15 ഗോള് എന്ന രീതിയിലാണ് ആ ടീമിന് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ആ ടീമിന് ഇതുകൊണ്ട് തന്നെ ട്രോഫിയിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കും. അവര് എത്ര ആർട്സില് സ്ട്രൈക്കറിൽ എത്ര നന്നായിട്ട് കളിച്ചു പറഞ്ഞാലും ആ പൊസിഷനിൽ ആ സ്ട്രൈക്കർ പൊസിഷൻ അവർക്ക് ഫില്ലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായില്ല അതുവരെ. അതുകൊണ്ടാണ് ആർട്സിൽ ഇത്രയും സെക്കൻഡ് ഫിനിഷ് ചെയ്തത്. ഇത് പിന്നെ അവർക്കൊരു ഗെയിം ചേഞ്ചർ ആവും. ഈ സൈനിങ്ങോടെ ചിലപ്പോ അവരുടെ തലവരെ ഞങ്ങൾക്ക് മാറ്റി മറിക്കാൻ സാധിക്കാവുന്ന സൈനിങ്സ് ആണ് ആർസണലിലെ. വിക്ടർ യോക്കറസ് ഒരു പ്രൂവൻ ഗോൾ സ്കോറർ ആണ്. അത് പോർച്ചുഗീസ് ലീഗിൽ മാത്രമല്ല, ആൾക്കൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് പ്രൂവൺ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ബ്രൈറ്റിന് വേണ്ടി ആള് കളിച്ചിട്ടുണ്ട് മുമ്പ്. ബ്രൈറ്റിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് കണ്ടീഷനിൽ കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ് ആള്. ചാമ്പ്യൻഷിപ്പിലും പ്രീമിയർ ലീഗിലും കളിച്ചിട്ടുണ്ട്. ബ്രൈറ്റിന് വേണ്ടി പ്രീമിയർ ലീഗ് കളിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ആൾക്ക് തിളങ്ങാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആ സമയത്ത് ആളിലാണ് അപ്പൊ ആളിപ്പോ ഇത്തിരി കൂടി പ്രൂവൺ ആയി, ട്രസ്റ്റബിൾ പ്ലെയർ ആയി, ഒക്കെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആളായി. അപ്പൊ അത്രയും ഒരു പ്രൂവൺ ഗോൾ സ്കോററാണ് വിക്ടർ യോക്കറസ് പറയുന്നത്. ഇപ്പൊ ലാസ്റ്റ് സീസണിലത്തെ ടോപ്പ് സ്കോററാണ്, യൂറോപ്യൻ ടോപ്പ് സ്കോററാണ്. പോർച്ചുഗീസ് ലീഗിലത്തെ ടോപ്പ് സ്കോറർ മാത്രമല്ല, യൂറോപ്പിലത്തെ ആകെ എല്ലാം
അക്രോസ് യൂറോപ്പ് എന്ന രീതിയിലുള്ള ടോപ്പ് സ്കോറാണ് വിക്ടർ യോക്കറസ്. ആ യോക്കറസ് ആണ് ആർട്സിലേക്ക് വരുന്നത്. അവിടെ ആർട്സിൽ ഓൾറെഡി ആൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള, ആൾക്ക് ബോൾ ഇട്ട് കൊടുക്കാനുള്ള സാക്കുണ്ട്, വടയകാടുണ്ട്, റൈസ്, സുബിമെന്റി, മാർട്ടിനലി, ചിലപ്പോ എസെ വരും, എമിർച്ച് എസെ, റോഡ്രിഗോ. അങ്ങനെ ആൾക്ക് ബോൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന, ആൾക്ക് ഫോർവേഡിക്ക് ബോൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന, ആൾക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആളെ ഗോൾ അടിക്കാൻ സഹായിക്കുന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ട് ആർട്സിൽ ഓൾറെഡി, ഇപ്പോഴും ഉണ്ട്. ഇനി എസയും റോഡ്രിഗോയും അങ്ങനത്തെയുള്ള ക്രിയേറ്റീവ് പ്ലേയേഴ്സ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ ആർസണലിന് ഒരു നല്ല സൈനിങ് ആയിരിക്കും ആർസണൽ. അത് എന്തായാലും ആർസണൽ ഒരു മുതൽക്കൂട്ടുണ്ടായിരിക്കും. മേ ബി അത് ഈ സൈനിങ്സ് കൊണ്ട് ആർസണലിന് സംതിങ് ടു അച്ചീവ്. മേ ബി ദാറ്റ് ഗെയിം ചേഞ്ചർ ഫോർ ആർസണൽ. മേ ബി ദാറ്റ് ദിസ് സൈനിങ് വാണ്ട് ആർസണൽ. ഈ സൈനിങ് ആയിരിക്കും ആർസണലിന് ഇത്രയും ഉള്ളതിപ്പോ. മേ ബി ദിസ് സൈനിങ് വിൽ ബി വിൻ ടൈറ്റിൽ ഫോർ ആർസണൽ. മേ ബി ഒക്കെ ചിലപ്പോ ഒക്കെ സാധിക്കുമായിരിക്കാം. ഓക്കെ, ഇപ്പൊ ഇതായിരിക്കാം ആർസണലിന് ഇപ്പൊ ഈ ഈ വിക്ടറി യോക്കേഴ്സ് വന്നിട്ട് ആർസണലിന് ഒരു ട്രോഫിയില് ഈ സീസൺ അല്ലെങ്കിൽ അടുത്ത സീസണിലെങ്കിലും അടിച്ചു കൊടുത്തിരിക്കും. ആൾ ഇമ്പാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കും. അത് ഒരു 100% ഉറപ്പാണ്. കാരണം അതൊരു പ്രൂവൺ ഗോൾ സ്കോറാണ്. ആള് സിറ്റിക്കെതിരെ ഹാട്രിക് അടിച്ച പ്ലെയറാണ്. ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിങ്ങിന് വേണ്ടി സിറ്റിക്കെതിരെ, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ, പ്രീമിയർ ലീഗ് ടീമായ മാൻ സിറ്റിക്കെതിരെ, പെപ് ഗാർഡിയോളയ്ക്കെതിരെ ഗോൾ ഹാട്രിക് അടിച്ച പ്ലെയറാണ് വിക്ടർ യോക്കറസ്. അപ്പൊ അവിടെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ നൈറ്റിൽ തന്നെ ആളുടെ കഴിവാണ് എല്ലാ യൂറോപ്യൻ ടീംസിനാണ് പ്രൂവ് ചെയ്തതാണ്. ഐ ക്യാൻ ബി ദ ടോപ്പ് ഗോൾ സ്കോറർ, ഐ ക്യാൻ ബി ദ നമ്പർ 9 ഫോർ എവരി ടീം. ഏത് ടീമിന് വേണമെങ്കിൽ നമുക്ക് അവിടെ വെക്കാന്നുള്ള രീതിയിലുള്ളൊരു കൊടുത്തതാണ്. ഇനി അറിയേണ്ട കാര്യം ആള് ആർസണലിന് വന്ന് എങ്ങനെ ഈ ആർസണലിന്റെ ടീമിന്റെ ഒപ്പം അഡാപ്റ്റ് ആകും, ആൾക്കൊരു ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ച അത് ഞാൻ പറഞ്ഞ പോലെ ആർസണൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ആണ് ആർസണലിനും വേണ്ടത്. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ട്രൈക്കറാണ് വേണ്ടത്. അത് സമയം എടുക്കുമ്പോഴേക്കും വിക്ടർ യോക്കറസ് വന്ന് ഒരു സീസണിന്റെ പകുതി ആകുമ്പോഴേക്കും ചിലപ്പോൾ ആകുമ്പോഴാണ് ആള് ഫുൾ ഫ്ലോയിൽ കളിക്കാൻ തുടങ്ങുക എന്ന് വിചാരിക്കുമ്പോഴേക്കും സിറ്റിയും മറ്റു ടീംസും ഒക്കെ വന്ന് അപ്പോഴേക്കും തന്നെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആള് ഫുൾ ഫ്ലോയില് ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ച അത് ഗെയിം ചേഞ്ചർ ഫോർ ആർസണൽ. അത് ആർസണലിന് നല്ലതായിരിക്കും, ഗുണകരം ചെയ്യും. അത് ആർസണലിന് ട്രോഫി വിജയിക്കാൻ സാധിക്കും. ഇതാണ് ആർസണലിന്റെ സൈനിങ്സ് വിക്ടർ യോക്കറസിനുള്ളത് എന്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാം.